വെൽക്കം ടു ഏർണസ്റ്റ് അക്കാഡമി. പ്രോഗ്രാമർ എക്സാമിൽ ഡാറ്റ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതം എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ചോദിച്ച കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ പ്രോഗ്രാമർ, കേരള PSC പ്രോഗ്രാമർ, അതുപോലെ ടെക്നിക്കൽ എഡ്യൂക്കേഷനിലെ പ്രോഗ്രാമർ, യൂണിവേഴ്സിറ്റി പ്രോഗ്രാമർ, അങ്ങനെയുള്ള എല്ലാ പ്രോഗ്രാമർ എക്സാമിലെയും ഡാറ്റ സ്ട്രക്ചർ അൽഗോരിതത്തിൽ ഇൻക്ലൂഡ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ഈ സെഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. The sorting technique in which the smallest element from the unsorted sublist is swapped with the element at the beginning of the unsorted sublist. അതാണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അൺസോർട്ടഡ് സബ്ലിസ്റ്റിലെ സ്മോളസ്റ്റ് എലമെന്റിനെ നമ്മൾ ബാക്കിയുള്ള ഇതായിട്ട് സ്വാപ്പ് ചെയ്യുന്ന ഒരു വിത്ത് ദ സ്മോളസ്റ്റ് എലമെന്റ് സ്വാപ്പ് ചെയ്യുന്ന സോർട്ടിംഗ് അൽഗോരിതം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്: സെലക്ഷൻ സോർട്ട്, ഇൻസേർഷൻ സോർട്ട്, ക്വിക്ക് സോർട്ട്, ബബിൾ സോർട്ട്. നമുക്ക് ഈ ഓപ്ഷൻ തന്നെ 2 കാര്യം അറിയാം. ക്വിക്ക് സോർട്ടും ബബിൾ സോർട്ടും അല്ല എന്നറിയാം അല്ലെ. ബബിൾ സോർട്ടിന്റെ പ്രത്യേകത എന്താ? അത് അഡ്ജസന്റ് എലമെന്റ്സ് റിപ്പീറ്റഡ്ലി സ്വാപ്പ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. ഇനി ക്വിക്ക് സോർട്ട് ആണെങ്കിലോ, ക്വിക്ക് സോർട്ട് ആണെങ്കിൽ നമ്മളൊരു പിവേർട്ട് എലമെന്റ് എടുക്കുന്നു, എന്നിട്ട് അറൌണ്ട് പിവേർട്ട് എലമെന്റ്സിൽ ആ എലമെന്റ് ബാക്കിയുള്ള എലമെന്റ്സിനെ റീഅറേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ക്വിക്ക് സോർട്ടും അല്ല, അതേപോലെ തന്നെ ബബിൾ സോർട്ടും അല്ല. ഓക്കെ, ഇനിയുള്ള 2 ഓപ്ഷനാണ് സെലക്ഷൻ സോർട്ടും ഇൻസേർഷൻ സോർട്ടും. നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം എങ്ങനെയാണ് സെലക്ഷൻ സോർട്ട് ചെയ്യുന്നതെന്ന്. അപ്പൊ നമുക്കറിയാം സെലക്ഷൻ സോർട്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളൊരു സ്മോളസ്റ്റ് എലമെന്റിനെ സെലക്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്വാപ്പ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ സ്മോളസ്റ്റ് എലമെന്റിനെ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ സ്വാപ്പ് ചെയ്യുന്നു. ഇൻസേർഷൻ സോർട്ടിൽ എന്താ ചെയ്യുന്നത്? ഇൻസേർഷൻ സോർട്ടിൽ നമ്മൾ ഓരോ എലമെന്റിനെയും അതിന്റെ കറക്റ്റ് പൊസിഷനിൽ പ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സ്മോളസ്റ്റ് എലമെന്റ് യൂസ് ചെയ്ത് സ്വാപ്പിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആൻസർ വരുന്നത് ഇവിടെ സെലക്ഷൻ സോർട്ട് ആണ്. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് എങ്ങനെയാണ് ഈ സെലക്ഷൻ സോർട്ട് പെർഫോം ചെയ്യുന്നത് നോക്കാം. ഞാൻ ഒരു എറേ എടുക്കുകയാണ്. എൻ്റെ എറേ എന്ന് പറയുന്നത് 64, 25, 12, 22, 11 അല്ലെ. അപ്പൊ നമ്മൾ 2 രീതിയിൽ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു സോർട്ടഡ് സബ്ലിസ്റ്റും അൺസോർട്ടഡ് സബ്ലിസ്റ്റും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആദ്യം എന്താ ചെയ്യുന്നത്? ഈ അറേയിലുള്ള മിനിമം എലമെന്റിനെ സെലക്ട് ചെയ്യും. മിനിമം എലമെന്റ് ആരാണ്? 11 ആണ് മിനിമം എലമെന്റ് അല്ലെ. ആ 11നെ ഈ അറേയിലുള്ള ഫസ്റ്റ് എലമെന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്വാപ്പ് ചെയ്യും അല്ലെ. അപ്പൊ 11, 25, 12, 22, 64 എന്ന് മാറും. അപ്പൊ ഈ 11 എന്നുള്ളത് സോർട്ടഡ് സബ്ലിസ്റ്റ് ആയിട്ടും ബാക്കിയുള്ള റിമൈനിങ് അൺസോർട്ടഡ് സബ്ലിസ്റ്റ് ആയിട്ടുമാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അൺസോർട്ടഡ് സബ്ലിസ്റ്റിലുള്ള മിനിമം എലമെന്റിനെ സെലക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അൺസോർട്ടഡ് സബ്ലിസ്റ്റിന്റെ മിനിമം എലമെന്റിനെ സെലക്ട് ചെയ്തിട്ട് ബിഗിനിങ് ഓഫ് ദ എലമെന്റിനായിട്ട് എന്ത് ചെയ്യും? അതിനെ സ്വാപ്പ് ചെയ്യും. ഇനി ബാക്കി 25, 12, 22, 64 അതിലെ മിനിമം എലമെന്റ് ആരാണ്? 12 ആണ് അല്ലെ. അപ്പൊ നമ്മൾ അറേ എങ്ങനെ വരും? 11, 12, 25. അൺസോർട്ടഡ് സബ്ലിസ്റ്റിലെ ആദ്യത്തെ എലമെന്റ് 25 ആണ്, മിനിമം എലമെന്റ് 12 ആണ്. അതിന് തമ്മിൽ സ്വാപ്പ് ചെയ്യും 22, 64. അപ്പൊ എന്റെ ഇപ്പൊ സോർട്ടഡ് സബ്ലിസ്റ്റില് 11ഉം 12ഉം ഉണ്ടാവും, അൺസോർട്ടഡ് സബ്ലിസ്റ്റില് ബാക്കിയുള്ളത് ഉണ്ടാവും അല്ലെ. ഇനി ഇതിലുള്ള മിനിമം എലമെന്റ് ആരാണ്? 25, 22, 64. മിനിമം എലമെന്റ് 22 ആണ്. 22നെ നമ്മൾ ഫസ്റ്റ് എലമെന്റ് ആയിട്ട് സ്വാപ്പ് ചെയ്യുന്നു. അപ്പൊ 22, 25, 20, 64 എന്ന് വരും അല്ലെ. അപ്പൊ 11, 12, 22, 25, 64. ഇപ്പൊ ഇതെന്റെ സോർട്ടഡും ബാക്കിയുള്ള 2 എലമെന്റ്സ് എന്റെ അൺസോർട്ടഡിലുമാണ് ഉള്ളത്. ഇനി ഓൾറെഡി നോക്കിക്കഴിഞ്ഞാൽ 25ഉം 64ഉം അത് മിനിമം എലമെന്റ് 25 ആണ്. 25 തന്നെയാണ് ബിഗിനിങ്ങിൽ ഇതിലുള്ളത്. അപ്പൊ എനിക്ക് ഫൈനൽ ആയിട്ട് എന്ത് കിട്ടും? 11, 12, 22, 25, 64 എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ സെലക്ഷൻ സോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ സോർട്ടഡും അൺസോർട്ടഡ് ആയിട്ട് നമ്മളൊരു എറേനെ ഡിവൈഡ് ചെയ്യുന്നു. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യുന്നു? മിനിമം എലമെന്റിനെ പിക്ക് ചെയ്തിട്ട് ബിഗിനിങ് ഓഫ് ദ എലമെന്റിനെ ആയിട്ട് സ്വാപ്പ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ സെലക്ഷൻ സോർട്ട് എന്ന് പറയുക. ഇൻസേർഷൻ സോർട്ടിലുള്ളത് എന്താ? അത് നമ്മൾ എലമെന്റ്സിന് എന്ത് ചെയ്യുന്നു? ഓരോ എലമെന്റിനെയും കറക്റ്റ് പൊസിഷനിൽ പ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു മിനിമം എലമെന്റ് സെലക്ട് ചെയ്തിട്ടല്ല ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത്: assume that a stack is implemented with an array of size. ഇതാണ് അതിന്റെ സൈസ് എന്ന് പറയുന്നത്. If an array index starts from 0, stack underflow can be identified using the condition. അപ്പൊ 4 കണ്ടീഷൻ തന്നിട്ടുണ്ട്. നമുക്കറിയാം അണ്ടർഫ്ലോ എന്ന് പറയുന്നത് എന്താ? ഒരു സ്റ്റാക്ക് എംപ്റ്റി ആണെങ്കിൽ
ആ എം ടി ആയ സ്റ്റാക്കിന് എലമെന്റ്സ് ആക്സസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് അവിടെ സ്റ്റാക്ക് അണ്ടർഫ്ലോ വരുന്നത്, അല്ലെ? ഒരു സ്റ്റാക്ക് ഫുള്ളാണ്, അതായത് അതിന്റെ കപ്പാസിറ്റി മീറ്റ് ചെയ്തു, എന്നിട്ട് നമ്മൾ അതിൽ പുതിയൊരു എലമെന്റ് ആഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് അവിടെ ഓവർഫ്ലോ കണ്ടീഷൻ വരുന്നത്. അപ്പൊ അണ്ടർഫ്ലോ എന്ന് പറയുന്നത് എപ്പോഴാണ്? സ്റ്റാക്ക് എം ടി ആവുമ്പോഴാണ് വരുന്നത്, അല്ലെ? സ്റ്റാക്ക് എം ടിന്റെ കണ്ടീഷൻ എന്താ? ഇറ്റ് ഇസ് ടോപ്പ് ഈക്വൽ ടു -1 എന്ന് പറയുന്നത്. ടോപ്പ് ഈക്വൽ ടു സൈസ് എന്ന് പറയുന്നത് എന്താ? സ്റ്റാക്ക് ഫുൾ ആയിട്ട് അതിന്റെ കപ്പാസിറ്റി വരെയുള്ള കപ്പാസിറ്റി കംപ്ലീറ്റ് ആയിട്ട് അറ്റൈൻ ചെയ്തു, അല്ലെ? അത്രയും എലമെന്റ്സ് അതിൻ്റെ അകത്ത് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പൊ അതിനുശേഷം ടോപ്പ് ഈക്വൽ ടു സൈസ് നമുക്ക് ഫുള്ള് എലമെന്റ്സ് അച്ചീവ് ചെയ്തതിനു ശേഷം നമ്മൾ അതിന് ഇത് ടോപ്പ് ഈക്വൽ ടു സൈസ് -1, അതാണ് നമുക്ക് ഓവർഫ്ലോന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എലമെന്റ് ആഡ് ചെയ്യാൻ നോക്കുമ്പോഴാണ് അവിടെ ഓവർഫ്ലോ വരുന്നത്. പക്ഷെ ഒരു എം ടി സ്റ്റാക്കിലേക്ക് എലമെന്റിനെ ആക്സസ് ചെയ്യാൻ നോക്കുമ്പോഴാണ്, ഒരു എം ടി സ്റ്റാക്ക് എലമെന്റിനെ ആക്സസ് ചെയ്യാൻ നോക്കുമ്പോഴാണ് അവിടെ അണ്ടർഫ്ലോ വരുന്നത്. ഓക്കെ, അപ്പൊ ടോപ്പ് ഈക്വൽ ടു -1 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, which among the following linked list suffer from the problem of infinite traversal? എന്താണ് ഇൻഫിനിറ്റ് ട്രാവേഴ്സൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു സ്റ്റോപ്പിംഗ് കണ്ടീഷൻ അറ്റൈൻ ചെയ്യാതിരിക്കുക, അല്ലെ? അത് നമുക്കൊരു എൻ കണ്ടീഷൻ അറ്റൈൻ ചെയ്യാതിരിക്കുക, അതിനെയാണ് നമ്മൾ ഇൻഫിനിറ്റ് ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. ഇപ്പൊ സിംഗിളി ലിങ്ക് ലിസ്റ്റ് ആയാൽ നമ്മൾ എങ്ങനെയാണ് ഒരു സിംഗിളി ലിങ്ക് ലിസ്റ്റിനെ കൊടുക്കുക? സിംഗിളി ലിങ്ക് ലിസ്റ്റ് ആയാൽ നമുക്ക് ലാസ്റ്റ് എലമെന്റ് എന്തിനാ പോയിന്റ് ചെയ്യുന്നത്? നമുക്ക് ലാസ്റ്റ് എലമെന്റ് ഒരു നള്ള് പോയിന്റ് ചെയ്യുന്നുണ്ട്, അല്ലെ? അതായത് അവിടെ ഒരു എൻഡ് ഉണ്ട്. ഇതാണ് നമ്മുടെ സിംഗിളി ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഞാനൊരു ഡബിളി ലിങ്ക് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാലും എന്തുണ്ട്? നമുക്ക് അവിടെ ഒരു ലാസ്റ്റ് എലമെന്റില് നമുക്ക് ഇനി അങ്ങോട്ട് എലമെന്റ്സ് ഇല്ലെങ്കിൽ അവിടെ എന്തുണ്ട്? നള്ളുണ്ട്. അവിടെയും ഇൻഫിനിറ്റ് ട്രാവേഴ്സൽ വരുന്നില്ല. പക്ഷെ ഒരു സർക്കുലർ ലിങ്ക് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ, സർക്കുലർ ലിങ്ക് ലിസ്റ്റിന്റെ പ്രത്യേകത എന്താ? ലാസ്റ്റ് എലമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഹെഡ് ഓഫ് ദ ലിങ്ക് ലിസ്റ്റിലേക്ക് പോയിന്റ് ചെയ്യുന്നുണ്ട്, അല്ലെ? അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ഒരു സ്റ്റോപ്പിംഗ് കണ്ടീഷൻ അറ്റൈൻ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അവിടെ എന്ത് വരുന്നത്? ഇൻഫിനിറ്റ് ട്രാവേഴ്സൽ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം വരുന്നത്. ഓക്കെ, സോ ഏത് ലിങ്ക് ലിസ്റ്റ് ആണ് ഇൻഫിനിറ്റ് ട്രാവേഴ്സൽ പ്രോബ്ലം സഫർ ചെയ്യുന്നത്? ഇറ്റ് ഈസ് സർക്കുലർ ലിങ്ക് ലിസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Duff's algorithm can be implemented using heap, stack, queue, DQ. ഇവിടെ DFS എന്ന് പറയുന്ന അൽഗോരിതം നിങ്ങൾക്ക് അറിയാം. DFS എന്ന് പറയുന്നത് എന്താ? ഒരു ട്രീയുടെ ഡെപ്തിലേക്ക് ട്രാവൽ ചെയ്യാം, അല്ലെ? ഒരു നോഡ് ഇതാണ് എന്റെ ട്രീ എങ്കിൽ ഫസ്റ്റ് ഈ നോഡ് ഇതിന്റെ ചൈൽഡ് അങ്ങനെ ഡെപ്തിലേക്ക് ട്രാവൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? DFS എന്ന് പറയാ. BFS എന്ന് പറയുന്നതോ നമ്മൾ അതിന്റെ ബ്രെഡ്ത്ത്, അല്ലെ? ഒരു നോഡും അതിന്റെ നൈബേഴ്സിനെ എല്ലാം ട്രാവേഴ്സ് ചെയ്തതിനു ശേഷം മാത്രം അതിലുള്ള നോഡിന്റെ അടുത്ത നൈബേഴ്സ് അങ്ങനെ ട്രാവേഴ്സ് ചെയ്യുന്നതിനാണ്, ബ്രെഡ്ത്ത് വൈസ് ട്രാവേഴ്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ BFS എന്ന് പറയാ. അപ്പൊ DFS അൽഗോരിതം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡാറ്റാ സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്റ്റാക്ക് ആണ്. BFS ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡാറ്റാ സ്ട്രക്ചർ ആണ് ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. Next question. Assume that a complete binary tree is represented using an array. For a node whose position is k, its right child can be found at position. The right child എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊരു കംപ്ലീറ്റ് ബൈനറി ട്രീ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബൈനറി ട്രീ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ബൈനറി ട്രീ ആവുന്ന എപ്പോഴാണ്? ഒരു ബൈനറി ട്രീയുടെ എല്ലാ ലെവലും കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്, അല്ലെ? ലാസ്റ്റ് ലെവൽ ഒഴികെ അതിന്റെ മുകളിലുള്ള എല്ലാ ലെവലും എന്തായിരിക്കണം? ഫിൽ ആയിരിക്കണം. ലാസ്റ്റ് ലെവലും ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് വരെ ലെഫ്റ്റ് ചൈൽഡ് പോസിബിളി ഫിൽ ചെയ്ത് റൈറ്റിലേക്ക് കുറച്ച് ചൈൽഡ് ഫിൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ലെഫ്റ്റിലേക്ക് എന്തായിരിക്കണം? അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു ട്രീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു കംപ്ലീറ്റ് ബൈനറി ട്രീ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാനൊരു കംപ്ലീറ്റ് ബൈനറി ട്രീ വരയ്ക്കുകയാണ്. ഓക്കെ, ഇത് നോക്കിയേ, എല്ലാ ലെവലും ഫിൽഡ് അല്ലേ? ഫസ്റ്റ് ഈ ലെവല് റൂട്ട് ഓക്കെ, അടുത്ത ലെവല് ഫിൽഡ് ആണ്, അടുത്ത ലെവല് ഫിൽഡ് അല്ല, പക്ഷെ ഫിൽഡ് ലെഫ്റ്റിലേക്ക് ഫിൽഡ് ആണ്, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ഓൾ ലെവൽസ് എക്സെപ്റ്റ് ദ ലാസ്റ്റ് ലെവൽ അങ്ങനെ ഫിൽ ആയിട്ടുള്ളതിനെയാണ് നമ്മൾ കംപ്ലീറ്റ് ബൈനറി ട്രീ എന്ന് പറയുന്നത്. ഞാൻ ഇതിന്റെ ഇൻഡെക്സ് ഇത് 1 ആണ്, ഇത് 2, 3, 4, 5. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള ഒരു കംപ്ലീറ്റ് ബൈനറി ട്രീ നമ്മൾ അറേ വെച്ച് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഞാനിപ്പോ എനിക്ക് ബിന്റെ പൊസിഷനാണ് കാണേണ്ടത്. അപ്പൊ ഇവിടെ k എത്രയാ? k = 2 ആണ്. അങ്ങനെയാണെങ്കിൽ ബിന്റെ ലെഫ്റ്റ് ചൈൽഡും ബിന്റെ റൈറ്റ് ചൈൽഡും എവിടെയാണ് അറേയിൽ കണ്ടുപിടിക്കാൻ പറ്റുക? അപ്പൊ അതിനുള്ള ഒരു ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെ?
So for a node at position K, അതിന്റെ ലെഫ്റ്റ് ചൈൽഡ് നമുക്ക് 2k യിലും റൈറ്റ് ചൈൽഡ് 2k + 1 പൊസിഷനിലും നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഇവിടെ ബിയുടെ ലെഫ്റ്റ് ചൈൽഡ് എവിടെ വരും? ബിയുടെ ലെഫ്റ്റ് ചൈൽഡ് 2 × 2. ബിയുടെ ഇൻഡെക്സ് 2 ആണ്, k 2 ആണ്. അപ്പൊ 2 × 2 = 4. ശരിയല്ലേ? ബിയുടെ റൈറ്റ് ചൈൽഡ് 2 × k + 1 അല്ലെ, അതായത് 2 × 2 + 1 = 5. ഓക്കെ, ഈ ആണ് ബിയുടെ റൈറ്റ് ചൈൽഡ്. അപ്പൊ നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്ന അതിന്റെ റൈറ്റ് ചൈൽഡ് ക്യാൻ ബി ഫൗണ്ട് അറ്റ് ദ പൊസിഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ചൈൽഡ് എവിടെയാ ഫൗണ്ട് ചെയ്യുക? 2k + 1. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ബൈനറി സെർച്ച് ട്രീ ഇസ് കൺസ്ട്രക്റ്റഡ് ഔട്ട് ഓഫ് ദ കീസ് 5 - 1 12 30 15 2 - 87. The inordal traversal of the tree is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇന്നോർഡർ ട്രാവേഴ്സൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ട്രീ വരച്ച് അത് എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് ഇന്നോർഡർ ട്രാവേഴ്സൽ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന കീസിനെ നമ്മൾ എന്ത് ചെയ്യുക? സോർട്ട് ചെയ്ത് എഴുതുക. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ഇന്നോർഡർ ട്രാവേഴ്സൽ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാം, നമുക്ക് 3 ടൈപ്പ് ഓഫ് ട്രാവേഴ്സൽ ആണ് ഉള്ളത് അല്ലെ. നമുക്ക് പ്രീ ഓർഡർ ഉണ്ട്, ഇന്നോർഡർ ഉണ്ട്, പോസ്റ്റ് ഓർഡർ ഉണ്ട്. പ്രീ ഓർഡറിൽ എന്താ ചെയ്യുന്നത്? പ്രീ ഓർഡർ ട്രാവേഴ്സിൽ ആദ്യം നമ്മൾ റൂട്ടിനെ ട്രാവേഴ്സ് ചെയ്യുന്നു, പിന്നെ അതിന്റെ ലെഫ്റ്റ് ചൈൽഡ്, പിന്നെ അതിന്റെ റൈറ്റ് ചൈൽഡ് അല്ലെ. ഇന്നോർഡർ ആണെങ്കിലോ? ഇന്നോർഡർ ആണെങ്കിൽ നമ്മൾ ആദ്യം ലെഫ്റ്റ്, പിന്നെ റൂട്ട്, പിന്നെ അതിന്റെ റൈറ്റ് ചൈൽഡ്. പോസ്റ്റ് ഓർഡർ ആണെങ്കിൽ ലെഫ്റ്റ് ചൈൽഡ്, റൈറ്റ് ചൈൽഡ്, റൂട്ട്. ഇങ്ങനെയാണ് നമ്മൾ ട്രാവേഴ്സ് ചെയ്യുന്നത്. അപ്പൊ നമ്മളോട് ഇന്നോർഡർ ട്രാവേഴ്സൽ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ തന്നിരിക്കുന്ന കീനെ നമ്മൾ എന്ത് എഴുതിയാൽ മതി? അതിനെ സോർട്ടഡ് ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ എന്തായി? അത് ഇന്നോർഡർ ട്രാവേഴ്സൽ ആയി. ഓക്കെ, അപ്പൊ ഇതിനെ സോർട്ടഡ് ഓർഡറിൽ എഴുതിയാൽ എന്ത് വരും? -87 -1 2 5 12 15 30 അല്ലെ. സോ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ. The worst case complexity of heap sort is. ഹീപ്പ് സോർട്ടിന്റെ വേഴ്സ്റ്റ് കേസ് കോംപ്ലക്സിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഹീപ്പ് സോർട്ട് എന്ന് പറയുന്നത്? ഒരു ബൈനറി ഹീപ്പ് ഡാറ്റ സ്ട്രക്ചർ ബേസ് ചെയ്തിട്ടുള്ള സോർട്ടിംഗ് അൽഗോരിതത്തിനെയാണ് നമ്മൾ ഹീപ്പ് സോർട്ട് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്താ ചെയ്യാ? ഇവിടെ ചെയ്യുന്നത് ഒരു മാക്സ് ഹീപ്പ് ബിൽഡ് ചെയ്യുക, എന്നിട്ട് റിപ്പീറ്റഡ്ലി അതിന്റെ എന്ത് ചെയ്യുക? അതിന്റെ നമ്മൾ ലാർജസ്റ്റ് എലമെന്റ് റിമൂവ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഹീപ്പ് സോർട്ട് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പൊ ഒരു ഇത് എടുക്കുവാണെങ്കിൽ എനിക്കിങ്ങനെ 4 10 3 5 1 ഇതാണ് എൻ്റെ തന്നിരിക്കുന്ന അറിയെങ്കിൽ ഇതിൽ ഞാൻ ഹീപ്പ് സോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിന്റെ ആദ്യം 4 എഴുതി 10 എന്ന് പറയുന്നത് എന്തായിരിക്കും? 10 എന്ന് പറയുന്നത് മാക്സ് ഹീപ്പ് ആണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. മാക്സ് ഹീപ്പിന്റെ കണ്ടീഷൻ എന്താ? റൂട്ട് ബാക്കിയുള്ള ചിൽഡ്രനേക്കാളും വലുതായിരിക്കണം. അതാണ് മാക്സ് ഹീപ്പിന്റെ കണ്ടീഷൻ. ഇവിടെ നോക്കിയേ, റൂട്ട് എന്ന് പറയുന്ന 4 ആണ്, 10 അതിന്റെ ചൈൽഡ് ആണ് അല്ലെ, വലുതാണോ അല്ലെ. അപ്പൊ നമ്മൾ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യും, അതിനെ മാറ്റി സ്വാപ്പ് ചെയ്യണം. അടുത്തത് ഏത് വരും? 3 വരും. കുഴപ്പമില്ല, 4ഉം 3ഉം ആണ് അതിന്റെ ചിൽഡ്രൻ, 10 അതിന്റെ റൂട്ട് ആണ്, 10 is greater than 4 and 3 ഓക്കെ ആണ് അല്ലെ. ഇനി അടുത്തത് വരുമ്പോ 4ൻ്റെത് 5, ഇത് ഓക്കെ ആണോ? അല്ല, 4 5നേക്കാളും ലെസ് ആണ്. അപ്പൊ അതിനെ മാറ്റി കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും അല്ലെ. ഇനി അടുത്തത് 1 എന്ന് പറയുമ്പോ ഇതിപ്പോ എന്തായി? ഒരു ഹീപ്പായി അല്ലെ, മാക്സ് ഹീപ്പായി. ഇതിൻ്റെ എങ്ങനെ ഹീപ്പ് സോർട്ട് ചെയ്യാം? മാക്സിമം എലമെന്റ് റൂട്ടിനെ റിമൂവ് ചെയ്യാം. ലാർജസ്റ്റ് എലമെന്റ് കണ്ടുപിടിച്ചു, 10നെ റിമൂവ് ചെയ്തു. അപ്പൊ 10നെ എന്ത് ചെയ്യണം? ഈ 1 ആയിട്ട് സ്വാപ്പ് ചെയ്യും അല്ലെ. ലാസ്റ്റ് എലമെന്റ് ആയിട്ട് ലാസ്റ്റ് ലീഫിലെ എലമെന്റ് ആയിട്ട് സ്വാപ്പ് ചെയ്യും. അപ്പൊ 1 5 3 4. പിന്നെ അടുത്ത ഇതിനെ പിന്നെയും ഹീപ്പിഫൈ ചെയ്യും. ഹീപ്പിഫൈ ചെയ്യാന്ന് പറയുന്നത് റൂട്ട് മാക്സിമം മാക്സ് ആയിരിക്കണം, എന്നിട്ട് ബാക്കിയുള്ള രണ്ടും മാക്സ് ഹീപ്പ് ആയതുകൊണ്ട് അതിനേക്കാളും ചെറുതായിരിക്കണം. അപ്പൊ അങ്ങനെയാണ് ഹീപ്പ് സോർട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഹീപ്പ് സോർട്ട് എന്ന് പറയുന്നത് നമുക്കൊരു ഹീപ്പ് ഡാറ്റ സ്ട്രക്ചർ ബേസ്ഡ് ആയിട്ടുള്ള സോർട്ടിംഗ് അൽഗോരിതം ആണ്. ഒരു മാക്സ് ഹീപ്പ് കൺസ്ട്രക്ട് ചെയ്യുക, എന്നിട്ട് റിപ്പീറ്റ്ലി അതിൻ്റെ അകത്തുനിന്ന് ലാർജസ്റ്റ് എലമെന്റ് റിമൂവ് ചെയ്യുക. ഇവിടെ ചോദിച്ചിരിക്കുന്ന വേഴ്സ്റ്റ് കേസ് കോംപ്ലക്സിറ്റി ആണ്. അപ്പോൾ ഹീപ്പ് സോർട്ടിന്റെയും മെർജ് സോർട്ടിന്റെയും പ്രത്യേകത ബെസ്റ്റ്, വേഴ്സ്റ്റ് ആൻഡ് ആവറേജ് കേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് n log n ആയിരിക്കും. ഓക്കെ, അപ്പൊ ഹീപ്പ് സോർട്ട് ആയാലും മെർജ് സോർട്ട് ആയാലും
ബെസ്റ്റ് ആവറേജ് ആൻഡ് വേഴ്സ്റ്റ് കേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് n log n ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഓർഡർ ഇൻ വിച്ച് റിട്ടേൺ അഡ്രസ് ആർ ജനറേറ്റഡ് ആൻഡ് യൂസ്ഡ് as LIFO, FIFO, റാൻഡം, ഹയസ്റ്റ് പ്രയോറിറ്റി. ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്ന റിട്ടേൺ അഡ്രസ് അല്ലെ. അപ്പൊ നമ്മൾ റിട്ടേൺ അഡ്രസ് ഇപ്പൊ ഇങ്ങനെയുള്ള ഫംഗ്ഷൻ കോളിന്റെ സമയത്ത് ഇതാണ് എന്റെ മെയിൻ ഉണ്ട്, അത് എ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ എന്താ ചെയ്യാ, ഈ ഓരോ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്തും നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ റിട്ടേൺ അഡ്രസ് എന്ത് ചെയ്യും, നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. പിന്നെ അതിന്റെ ഫംഗ്ഷൻ ഫിനിഷ് ചെയ്യുന്ന സമയത്ത് അത് എന്ത് ചെയ്യും, സ്റ്റാക്കിന്ന് പോപ്പ് ചെയ്യും. അപ്പൊ സ്റ്റാക്കിന്റെ പ്രത്യേകത എന്താ, അത് ലിഫോ സ്ട്രക്ചർ ആണ് ഫോളോ ചെയ്യുന്നത് അല്ലെ. ലാസ്റ്റ് ആൻഡ് ഫസ്റ്റ് ഔട്ട് ആണ്. അപ്പൊ ഇവിടെ മെയിൻ, പിന്നെ എ, പിന്നെ ബി അല്ലെ. അപ്പൊ പോപ്പ് ചെയ്യുമ്പോൾ ആദ്യം ബി ആണ് പോപ്പ് ചെയ്യുക, പിന്നെ എ, പിന്നെ മെയിൻ. ഓക്കെ, അപ്പൊ നമ്മൾ റിട്ടേൺ അഡ്രസ് ജനറേറ്റ് ചെയ്യുന്നതും അത് യൂസ് ചെയ്യുന്നതും, ഇത് റിട്ടേൺ അഡ്രസ് സ്റ്റാക്കിലേക്ക് ഫംഗ്ഷൻ കോളിന്റെ സമയത്ത് പുഷ് ചെയ്യുന്നു, അത് ഫംഗ്ഷൻ ഫിനിഷ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, റിട്ടേൺ അഡ്രസ് പോപ്പ് ചെയ്യുന്നു. അപ്പൊ അത് ഒരു സ്റ്റാക്കാണ് അവിടെ യൂസ് ചെയ്യുന്നത്. സ്റ്റാക്ക് ഫോളോ ചെയ്യുന്ന ഓർഡർ എന്ന് പറയുന്നത് ലിഫോ ഓർഡർ ആണ്. അപ്പോൾ ഇവിടെ ആൻസർ ഏത് വരും, ലിഫോ വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which data structure allows deleting elements from front and inserting at rear? Stack, queue, dequeues, binary search tree അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്ന ഏത് ഡാറ്റ സ്ട്രക്ചറിലാണ് നമുക്ക് എലമെന്റ്സ് ഫ്രണ്ട് എന്നും അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിന്ന് റിമൂവ് ചെയ്യുക, റിയർ നിന്ന് ഇൻസേർട്ട് ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ ക്യൂ ആണ്. ക്യൂവിന്റെ പ്രത്യേകത എന്താ, ക്യൂവിൽ നമ്മൾ എലമെന്റ്സ് ആദ്യം ഇനീഷ്യലി ക്യൂ എം ടി ആണെങ്കിൽ ഫ്രണ്ട് പോയിന്ററും റിയർ പോയിന്ററും സെയിം ലൊക്കേഷനിലായിരിക്കും. പിന്നെ ഓരോ എലമെന്റ് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, റിയർ പോയിന്റർ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ, ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഫ്രണ്ടിൽ നിന്നാണ് എന്ത് ചെയ്യുക, ഫ്രണ്ട് പോയിന്റർ എങ്ങോട്ടാണോ പോയിന്റ് ചെയ്യുന്ന ആ എലമെന്റ് ആണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഡിലീറ്റ് ചെയ്യുന്നത്. ഈ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് ക്യൂ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡാറ്റ സ്ട്രക്ചർ ഇസ് ലീനിയർ ടൈപ്പ്? ഇവിടെ നമുക്ക് ലീനിയർ ആൻഡ് നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ, നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ ആണ് ഉള്ളത് അല്ലെ. നമുക്ക് ലീനിയറും ഉണ്ട്, നോൺ ലീനിയറും ഉണ്ട്. എന്താ ലീനിയർ ഡാറ്റ സ്ട്രക്ചറിന്റെ പ്രത്യേകത? ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് എലമെന്റ്സ് ഒരു സീക്വൻഷ്യൽ ഓർഡർ വൺ ആഫ്റ്റർ ദ അതർ ആയിരിക്കും ഉണ്ടാവുക അല്ലെ. അതിനെയാണ് നമ്മൾ ലീനിയർ ടൈപ്പ് എന്ന് പറയുന്നത്. എറേ, സ്റ്റാക്ക്, ക്യൂ, ലിങ്ക് ലിസ്റ്റ്, ഇതൊക്കെ നമുക്ക് ലീനിയറിൽ വരുന്നതാണ്. നോൺ ലീനിയർ എന്ന് പറയുന്നത് ഒരു ഹൈറാർക്കിയൽ നേച്ചറിൽ ഒരു എലമെന്റ് മൾട്ടിപ്പിൾ എലമെന്റ്സ് ആയിട്ട് നമുക്ക് എന്തായിരിക്കും, അത് ലിങ്ക്ഡ് ആയിരിക്കും ഇതേപോലെ. ഇങ്ങനെയാണ് നോൺ ലീനിയർ എന്ന് പറയുക. അതൊരു വൺ ആഫ്റ്റർ ദ അനദർ അല്ല, ഒരു ഹൈറാർക്കിയൽ റിലേഷൻഷിപ്പ് ആണ് അവിടെ കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഗ്രാഫ്, ട്രീ, ഓക്കെ, സ്ട്രിങ്സ്, ക്യാരക്ടേഴ്സ് വൺ ആഫ്റ്റർ ദ അനദർ ആണ്, അതൊരു ലീനിയർ ടൈപ്പ് ആണ്. ലിസ്റ്റ്, ലിങ്ക് ലിസ്റ്റ് ഓൾറെഡി ലീനിയർ ടൈപ്പ് ആണ് നമ്മൾ പറഞ്ഞു. ക്യൂ ലീനിയർ ടൈപ്പ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ ആൻസർ ചെയ്ത് വരും ഓൾ ഓഫ് ദീസ്. Next question, the average case complexity of linear search algorithm, order of n, order of log n, order of n square, order of n log n. ലീനിയർ സെർച്ച് അൽഗോരിതത്തിന്റെ പ്രത്യേകത നമ്മൾ ത്രൂ ഔട്ട് ദ അറേ എന്ത് ചെയ്യും, ലീനിയർ വേയിൽ നമ്മൾ എലമെന്റിനെ സെർച്ച് ചെയ്യുക, അതാണ് ലീനിയർ സെർച്ച് അൽഗോരിതം എന്ന് പറയുക അല്ലെ. അപ്പൊ നമുക്കൊരു എലമെന്റ് ഇപ്പോ n എലമെന്റ്സ് ഉള്ള ഒരു ഇതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 1 by 1 ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഓരോ എലമെന്റിനെയും സെർച്ച് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ടോട്ടൽ നമുക്ക് n എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, 1 by 1 സെർച്ച് ചെയ്യുന്നു. ഓരോ എലമെന്റിനും ഈക്വൽ പ്രോബബിലിറ്റി ആണ് അല്ലെ. ഒരു എലമെന്റ് ഫസ്റ്റ് പൊസിഷനിലാവാം, സെക്കൻഡ് പൊസിഷനിലാവാം, n ഉണ്ടെങ്കിൽ nth പൊസിഷൻ വരെ ആവാം. അപ്പൊ n എലമെന്റ്സ് ഉണ്ടെങ്കിൽ ഇവിടെ എന്താ, ഈച്ച് എലമെന്റ് ഇസ് ഹാവിംഗ് ഈക്വൽ പ്രോബബിലിറ്റി. അല്ലെ. അപ്പൊ നമുക്ക് എലമെന്റ്സിന്റെ ആവറേജ് കേസ് കോംപ്ലക്സിറ്റി എന്തായിരിക്കും, ഓൺ ആൻ ആവറേജ് നമുക്ക് n+1/2 നമ്പർ ഓഫ് കമ്പാരിസൺ ആയിരിക്കും വേണ്ടി വരിക അല്ലെ. അപ്പൊ അതിനെന്തായിരിക്കും, ഓർഡർ ഓഫ് n+1/2 കമ്പാരിസൺ ആയിരിക്കും. അപ്പൊ ഓർഡർ ഓഫ് n. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോംപ്ലക്സിറ്റി ഓഫ് ബൈനറി സെർച്ച് അൽഗോരിതം. ബൈനറി സെർച്ച് അൽഗോരിതത്തിന്റെ പ്രത്യേകത എന്താ, നമ്മൾ ആദ്യം ഒരു ജസ്റ്റ് നമുക്കൊരു അറേ ഉണ്ട്,
നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം നമുക്ക് ഒരു എറേ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ മിഡ് കണ്ടുപിടിക്കുന്നു അല്ലെ. മിഡ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ തവണയും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ സെർച്ച് സ്പേസ് ഡിവൈഡായി പോവാണ് അല്ലെ. ആദ്യം n ആണെങ്കിൽ പിന്നെ എന്ത് വരും? അത് n/2 ആവും, അത് n/4 ആവും, അങ്ങനെ വരും. ഇങ്ങനെ സെർച്ച് സ്പേസ് ഹാഫ് ആയിട്ട് ഓരോ തവണയും ഡിവൈഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഫുൾ ത്രൂ ഔട്ട് ദ എറേ പിന്നെ സെർച്ച് ചെയ്യുന്നില്ല. ഒരു എലമെന്റ് നമ്മൾ സെർച്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? അതിന്റെ മിഡ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. ഓക്കെ, അത് ലെസ് ദാൻ മിഡ് ആണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് പോർഷൻ മാത്രമാണ് സെർച്ച് ചെയ്യുന്നത്. ഗ്രേറ്റർ ദാൻ മിഡ് ആണെങ്കിൽ റൈറ്റ് പോർഷൻ മാത്രമാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ഓരോ തവണയും സെർച്ച് സ്പേസ് ഹാഫായി ഡിവൈഡ് ആയി പോവാണ്. അതുകൊണ്ട് ഇതിന്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് log n. സോറി, n/2 അല്ല, log n. ഓക്കെ, next question. Which of the following data structure is not linear data structure? Arrays, linked list, both of the above, none of the above. നമ്മൾ ഓൾറെഡി പറഞ്ഞു arrays ഉം linked list ഉം രണ്ടും ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോട്ട് ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്നാണ്. അതുകൊണ്ട് ആൻസർ ഇസ് none of the above. Question number 14. A binary tree whose every node has either 0 or 2 children is called. ഇവിടെ നമുക്ക് ഒരു ബൈനറി ട്രീ, കംപ്ലീറ്റ് ബൈനറി ട്രീ, ബൈനറി സെർച്ച് ട്രീ, എക്സ്റ്റെൻഡഡ് ബൈനറി ട്രീ, നൺ ഓഫ് ദ എബോവ്, ഈ 4 ഓപ്ഷൻ ആണ്. നമ്മളൊരു ബൈനറി ട്രീയില് എല്ലാ നോഡിലും ഒന്നുകിൽ 0 അല്ലെങ്കിൽ 2 ചിൽഡ്രൻ ആണെങ്കിൽ അതിന് എന്താ പറയാ? നമുക്ക് അതിനെ പറയുന്ന ഇത് നമുക്ക് കംപ്ലീറ്റ് ബൈനറി ട്രീ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കംപ്ലീറ്റ് ബൈനറി ട്രീ എന്ന് പറയുന്നത് എന്താ? നമുക്ക് എല്ലാ ലെവൽസും കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കണം അല്ലെ. അതിനെയാണ് നമുക്ക് എന്താ പറയാ? കംപ്ലീറ്റ്ലി ബൈനറി ട്രീ എന്ന് പറയാം. എല്ലാ ലെവൽസും ഫിൽ ആയിരിക്കണം. പിന്നെ ലാസ്റ്റ് ലെവൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാം? അത് പോസിബിളി നമുക്ക് ഏറ്റവും പോസിബിൾ ആയിട്ട് ലെഫ്റ്റ് ടു റൈറ്റ് ഫിൽ ആവുക. അങ്ങനെയുള്ള ഒരു ട്രീനെയാണ് നമ്മൾ കംപ്ലീറ്റ് ബൈനറി ട്രീ എന്ന് പറയാം. പിന്നെ ബൈനറി സെർച്ച് ട്രീ എന്ന് പറയുന്നത് അങ്ങനെയല്ല. അതുപോലെ എക്സ്റ്റെൻഡഡ് ബൈനറി ട്രീ എന്ന് പറയുന്നത് അവിടെ ആ ടൈപ്പ് ഓഫ് ബൈനറി ട്രീയിൽ എന്താ ചെയ്യുന്നത്? ലീഫ് നോഡ്സിനെ ഒരു എക്സ്റ്റേണൽ നോഡ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇതിന് നമ്മൾ എന്ത് പറയുന്നില്ല? നമുക്കിത് ഒരു ഈ 3 ഓപ്ഷൻസും വരുന്നില്ല. എവറി നോഡ് അതിന് 0 അല്ലെങ്കിൽ 2 ചിൽഡ്രൻ എന്ന് പറയുന്നത് നമ്മൾ ഫുൾ ബൈനറി ട്രീ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ നൺ ഓഫ് ദ എബോവ് ആണ് ആൻസർ വരിക. വേഴ്സ്റ്റ് കേസ് കോംപ്ലക്സിറ്റി ഓഫ് ബബിൾ സോർട്ട് അൽഗോരിതം. ബബിൾ സോർട്ട് അൽഗോരിതം എന്താ ചെയ്യുന്നത്? ബബിൾ സോർട്ട് അൽഗോരിതത്തിൽ നമ്മൾ ഓരോ എലമെന്റ്സും തൊട്ടടുത്ത എലമെന്റ് ആയിട്ട് കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. ഫസ്റ്റ് എലമെന്റ് സെക്കൻഡ് എലമെന്റ് ആയിട്ട്, ഫസ്റ്റ് പാസിൽ സെക്കൻഡ് എലമെന്റ് ആയിട്ട് കമ്പയർ ചെയ്യുന്നു. അങ്ങനെ അടുത്തടുത്ത എലമെന്റ് ആയിട്ട് ഫുൾ എലമെന്റ്സ് ആയിട്ട് കമ്പയർ ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ സ്വാപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എങ്ങനെ വരും? നമുക്ക് അതിന്റെ കമ്പാരിസൺ, അതിന് ടോട്ടൽ കമ്പാരിസൺ എത്ര വരും? നമുക്ക് ഇങ്ങനെ വരും n-1 പ്ലസ് അടുത്തത് n-2 എലമെന്റ്സ് ആയിട്ട്, പിന്നെ n-3 അപ് ടു അങ്ങനെ പോവും അല്ലെ. അപ്പൊ നമുക്ക് കമ്പാരിസൺ n × n-1/2 ഇങ്ങനെയാണ് വരിക. അപ്പോ ഓർഡർ ഓഫ് n². ഓക്കെ, സോ വേഴ്സ്റ്റ് കേസിൽ ഓർഡർ ഓഫ് n² ആയിരിക്കും ബബിൾ സോർട്ടിന്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. Next question. A circular queue of characters is implemented using a linear array whose first index is 1. The array currently contains the elements D, പിന്നെ 2 empty slot ആണ്, A, B, C starting from index 1. Here /denote empty slot. If 2 elements are deleted and 3 elements are added, what are the new position of rear and front? ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് ഇവിടെ ഉള്ളത് ഒരു സർക്കുലർ ക്യൂ ആണ്. ആദ്യത്തെ പൊസിഷനിൽ ഡി ഉണ്ട്, പിന്നെ എ, ബി, സി. ഓക്കെ, 1 2 3 4 5 6. സോ ഇവിടെ നമുക്ക് ഇത് എംപ്റ്റി സ്ലോട്ട് ആണ്, ഈ 2 എംപ്റ്റി സ്ലോട്ട് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ അറിയുന്നതിൻ്റെ അകത്ത് നമുക്ക് ആദ്യം തന്നെ അറിയാം എവിടെയാണ് റിയറും ഫ്രണ്ട് പോയിന്ററും ആണെന്നുള്ളതാണ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്. നമ്മൾ എവിടുന്നാണ് എലമെന്റ് ഇൻസേർട്ട് ചെയ്യുന്നത് അവിടെയാണ് നമ്മൾ റിയർ പോയിന്റർ ഉണ്ടാവുക. എവിടുന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ഫ്രണ്ടിലാണ് ഉണ്ടാവുക അല്ലെ. അപ്പൊ നമുക്കിപ്പോൾ ആദ്യം ഇതൊരു സർക്കുലർ ക്യൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെയാണ് നമ്മൾ ഉണ്ടാവുക റിയർ പോയിന്റർ ഉണ്ടാവുക, ഇവിടെയാണ് ഫ്രണ്ട് പോയിന്റർ ഉണ്ടാവുക. ഓക്കെ, നമുക്ക് ഇവിടെ എലമെന്റ് ഇൻസേർട്ട് ചെയ്ത് വന്നു, പിന്നെ ഇങ്ങോട്ടേക്ക് ഡി, ഇങ്ങനെയാണ് നമ്മളെ ക്യൂ ഉണ്ടാവുക. ഓക്കെ,
ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, 2 എലമെന്റ്സ് ഡിലീറ്റ് ചെയ്തു, 3 എലമെന്റ്സ് ആഡ് ചെയ്തു അല്ലെ. 2 എലമെന്റ്സ് ഡിലീറ്റഡ്. 2 എലമെന്റ് ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ നമുക്ക് ഫ്രണ്ട് പോയിന്റർ എവിടെ നിന്നാണോ അവിടെ നിന്നാണ് എലമെന്റ്സിനെ ഡിലീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ എ ഡിലീറ്റ് ആയി, ബി ഡിലീറ്റ് ആയി. അപ്പൊ ഫ്രണ്ട് പോയിന്റർ എങ്ങോട്ടേക്ക് മാറും, ഫ്രണ്ട് പോയിന്റർ ഈ പൊസിഷനിലേക്ക് മാറും അല്ലെ. അപ്പൊ നമ്മൾ ഇനിയിപ്പോ നമ്മളെ ക്യൂ എങ്ങനെ വരും, ഇവിടെയാണ് എന്റെ ഫ്രണ്ട് പോയിന്റർ, ഇവിടെയാണ് എന്റെ റിയർ പോയിന്റർ. ഇനി 3 എലമെന്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, E1, E2, E3. അപ്പോൾ റിയർ പോയിന്റ് ഇവിടെ ആഡ് E1, E2, E3 അല്ലെ. റിയർ പോയിന്റർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ ഈ പൊസിഷൻ എത്രയാ, 1 2 3 4 5 6. അപ്പൊ ഇത് കഴിയുമ്പോഴത്തേക്കും റിയർ പോയിന്റർ എത്ര വരും, റിയർ പോയിന്റർ 4ലും ഫ്രണ്ട് പോയിന്റർ 6ലും വരും. ഓക്കെ, സോ ഓപ്ഷൻ ബി.